ഞാനിപ്പോഴും ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്ത് തന്നെയാണ് നിൽക്കുന്നത്. പൊങ്കാല ഇട്ട് കഴിഞ്ഞു, അതാണ് പ്രധാനം. നമുക്ക് ഇവിടെ എല്ലാം കാണാം. പൊങ്കാല ഇട്ടിട്ടതിന് ശേഷം പായസം പൂടി വെച്ച് ഇവിടെ എല്ലാവരും ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ പലരും കലം ഇവിടെ വെച്ചിട്ട് തന്നെ ഓരോ തടലത്തേക്കായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മൾ അല്പസമയം മുമ്പ് പലരുടെ പ്രതികരണമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചൂടും വെയിലും കാരണം ഓരോരോ സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ ആരെയും നമ്മളിവിടെ കാണാത്തത്. 2:30-ക്കാണ് നിവേദ്യം. അതുവരെയുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണ്. ശരിക്കും ആ ഒരു നിവേദ്യം കഴിയുന്നതോട് കൂടി ഇനി അടുത്തൊരു കാത്തിരിപ്പാണ്. ഇനി അടുത്ത വർഷം എല്ലാവർക്കും ഇതേ രീതിയിൽ വരണം, ഇവിടെ ഇങ്ങനെ ഒരേപോലെ ആഘോഷിക്കണം. നേരത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഞാൻ റെബേക്കയുടെയൊക്കെ പ്രതികരണം തേടിയിരുന്നു. എന്തൊരു മൂടലായിരുന്നു, ആ രീതിയിലായിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നിടത്ത് എല്ലാവരും പായസം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ചിലർ മാത്രമായിട്ട് മണ്ടപ്പുറ്റും മറ്റുമൊക്കെ തയ്യാറാക്കിയിരുന്നു. 1-2 പേര് മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പായസമാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഈ രീതിയിൽ മാറി നിൽക്കുകയാണ്. നമ്മളിവിടെ തന്നെ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നപ്പോൾ ഈ പൊങ്കാല എല്ലായിടത്തും ആരംഭിക്കുന്നു. ആ ആരംഭിച്ച സമയത്തെ ഒരു കാഴ്ച അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. കാരണം അത്രയും നേരം എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നു, അതിൻ്റെ ദീപം എല്ലായിടത്തേക്കും എത്തുന്നു, പൊങ്കാല അടുപ്പിൽ തീ പകരുന്നു. എല്ലാവരും അതിലേക്ക് ലയിച്ചു ചേർന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായത്. ശരിക്കും നമ്മൾ എത്ര പുക കൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടുകയാണ്. നമ്മൾ അവിടെ അതിന് വേണ്ടിയിട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പുകയത് ശരിക്കും നമ്മൾ തമാശ രൂപയുടെ എല്ലാവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവർ തിരിച്ച് പറയുന്നുവെങ്കിലും എല്ലാവരും ഒരു ഭക്തിയുടെ ഒരു നിറവിലാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അത് അവർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ കാഴ്ചകളും മനോഹരം തന്നെയാണ്. ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിലായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പലരും എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലേക്ക് തൊഴാനുള്ളൊരു അവസരം ഉണ്ട്. കാരണം 2:30-ക്കാണല്ലോ നിവേദ്യം, ഇനി ഒരു 1.5 മണിക്കൂർ കൂടിയുണ്ട്. ആ സമയത്ത് ദേവിയെ കണ്ട് തൊഴാനുള്ള ആൾക്കാർ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.